സാധിക്കുന്നത്. പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം, ഒളിച്ചു ചെയ്യുമ്പോഴുള്ള ആകാംക്ഷ, ഇങ്ങനെ ഇവരിൽ വികലമായ ഒരു ലൈംഗിക സംതൃപ്തി അതിൽ നിന്നുണ്ടാകുന്നു. ഇത് പതിയെ പതിയെ ഉണ്ടാകുന്നതാണ്, ഒരു ദിവസം ഉണ്ടാകുന്നതല്ല. വിരിച്ചിട്ടിരിക്കുന്ന അടിവസ്ത്രങ്ങളെടുത്ത് കൊണ്ടുപോയി അതുമായിട്ടുള്ളൊരു ലൈംഗിക വീഴ്ച, ഇത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിയാണ് ഇതിന് പിന്നിൽ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിന്റെ മനസാക്ഷിയെ പൊള്ളിക്കുന്ന ഒരു വാർത്തയുണ്ട്. ട്രെയിനിൽ മുത്തച്ഛന്റെ അരികിൽ ഉറങ്ങിക്കിടന്ന 6 വയസ്സുകാരിയായ തമിഴ് പെൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തിയ ഒരു മധ്യവയസ്കനെ. ആ മധ്യവയസ്കന്റെ പ്രവൃത്തി ഒരു യാത്രക്കാരി ക്യാമറയിൽ പകർത്തി. അങ്ങനെ പുറലോകം പറഞ്ഞു. റെയിൽവേ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അത്യാവശ്യം മർദ്ദനമൊക്കെ അവിടെ നടന്നു. വലിയ ഒരു ക്രൂരതയാണ് എല്ലാവരും ഈ വിഷയത്തിൽ കണ്ടത്. ഈ കുറ്റവാളിയെ നിയമത്തിന്റെ മുന്നിൽ എത്തിച്ചു. അവിടെ നമ്മുടെ നിയമത്തിന്റെ എല്ലാ വഴികളും നിന്നു എന്നുകൊണ്ട് പറയാം. അദ്ദേഹത്തെ ശിക്ഷിക്കും. പോക്സോ വകുപ്പിൽ അദ്ദേഹം വർഷങ്ങളോളം ജയിലിൽ കിടക്കും. ഇനി ബാക്കിയെല്ലാം നിയമത്തിന്റെ വഴിക്ക്. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന്റെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കാത്തത്? വളർന്നു വരുന്ന ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഈ ഒരു പ്രശ്നം ഉയർത്തുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന കുട്ടി ഇരയാക്കപ്പെടുമ്പോൾ എന്താണ് ഈ വ്യക്തികളിൽ ഉണ്ടാകുന്ന മനഃശാസ്ത്രപരമായ വ്യതിയാനം? ലൈംഗിക സംതൃപ്തി എന്നത് 2 വ്യക്തികളുടെ സമ്മതത്തോടെ നടക്കേണ്ട ഒന്നാണെന്നിരിക്കെ, പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത 6 വയസ്സുകാരിയെ ഇരയാക്കുവാൻ ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കാമമല്ല, മറിച്ച് മാരകമായ ഒരു മാനസിക രോഗമാണ്. ഇതിനെ പിഡോഫിലിയ എന്നാണ് വിളിക്കുന്നത്. കുട്ടികളോട് മാത്രം ലൈംഗിക താല്പര്യം തോന്നുന്ന ഒരുപാട് മധ്യവയസ്കരും പ്രായമായവരുണ്ട്. ഈ അവസ്ഥ ഒരു ക്രിമിനൽ സ്വഭാവം കൂടിയാണ്. ഇവിടെ അയാൾ തേടുന്നത് ശാരീരികമായ സുഖത്തേക്കാൾ ഒരുപക്ഷെ ഒരു സ്ത്രീയുമായിട്ടുള്ള അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സുഖം ലഭിക്കുകയില്ല. എന്നാൽ നിസ്സഹായരായ പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ ഒരു ജീവിയായിട്ട് നമ്മൾ കണക്കാക്കുന്ന അവരെ ഒരു മനുഷ്യനായിട്ട് പോലും കണക്കാക്കുന്നില്ല. തൻ്റെ ഇഷ്ടമുള്ള രീതികളിലൊക്കെ ആ കുട്ടിയെ കൈകാര്യം ചെയ്യാം എന്ന വികലമായ ഒരു ചിന്ത, ഒരു ആധിപത്യം. ഇതാണ് ഈ മാനസിക അസുഖത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇത്രയധികം മസാജിങ് പാർലറുകൾ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. ലൈംഗിക തൃഷ്ണയെ നിവർത്തിക്കുവാനായി ഒരുപാട് സാധ്യതകളുള്ള ഈ ലോകത്ത് എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കുന്നത്? നാം പലപ്പോഴും ഇത് ചിന്തിക്കാറുണ്ട്. ഈ ട്രെയിനിൽ കിടക്കുന്ന കുട്ടി അല്ലെങ്കിൽ തെരുവിൽ കിടക്കുന്ന കുട്ടികളെ ഒക്കെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിക്കുക, വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിക്കുക. ഇതുപോലെ തന്നെയാണ് മറ്റൊരു അസുഖമാണ് അടിവസ്ത്രങ്ങളൊക്കെ. വിരിച്ചിട്ടിരിക്കുന്ന അടിവസ്ത്രങ്ങളെടുത്ത് കൊണ്ടുപോയി അതുമായിട്ടുള്ളൊരു ലൈംഗിക വീഴ്ച, ഇത് അബ്നോർമൽ ആയിട്ടുള്ള ഒരു സൈക്കോളജിയാണ് ഇതിന് പിന്നിൽ. സാധാരണ ലൈംഗിക രീതികളിൽ ഇവർക്ക് ഉത്തേജനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡ്രിനാൽ റഷ് എന്നാണ് അതിന് പറയുന്നത്. ഇത് ഇവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം, ഒളിച്ചു ചെയ്യുമ്പോഴുള്ള ആകാംക്ഷ, ഇങ്ങനെ ഇവരിൽ വികലമായ ഒരു ലൈംഗിക സംതൃപ്തി അതിൽ നിന്നുണ്ടാകുന്നു. ഇത് പതിയെ പതിയെ ഉണ്ടാകുന്നതാണ്, ഒരു ദിവസം ഉണ്ടാകുന്നതല്ല. ഒരു മനഃശാസ്ത്രന്റെ അടുത്ത് പോയി ഒരു കൗൺസിലിംഗ് നടത്തിയാൽ തീരാവുന്ന ചില പ്രശ്നങ്ങളാണ്, ചികിത്സിക്കേണ്ട പ്രശ്നമാണ്. ഇത് കാമമല്ല, മറിച്ച് മനസ്സിന്റെ ഒരു രോഗാവസ്ഥയാണ്. ഇനി ഈ പീഡനം ചെയ്യപ്പെടുന്ന ആളുകളുടെ പ്രീ ഹിസ്റ്ററി പരിശോധിച്ചാൽ, കുട്ടികളെ പീഡിപ്പിക്കുന്നവരുടെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇത്തരം വൈകൃതങ്ങൾ കാണിക്കുന്നവരുടെയൊക്കെ ആയിക്കോട്ടെ, പാശ്ചാത്തലം പരിശോധിച്ച് നമ്മൾ പിന്നിലേക്ക് പോയാൽ ഭൂരിഭാഗം പേരുടെ തങ്ങളുടെ കുട്ടിക്കാലത്തോ കൗമാരത്തിലോ സമാനമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. ഇതിൽ അടിച്ചമർത്തപ്പെട്ട ആ വേദന, അപകർഷതാബോധം, ഇതെല്ലാം വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഇരയെ കണ്ടെത്തി തീർക്കുമ്പോൾ അവർ ഒരു തരം വിക്ടിം ടു വിക്ടറീസ് എന്ന് പറയും നമ്മൾ. വിക്ടിം ടു വിക്ടറീസ് ആ ഒരു പ്രയോഗമുണ്ട്. ആ ഒരു തലത്തിലേക്ക് അവരെ മാറുന്നു, മാനസികാവസ്ഥയിലേക്ക് മാറുന്നു. അതായത് താൻ അനുഭവിച്ച നിസ്സഹായത ഇന്ന് മറ്റൊരു കുട്ടിയിൽ കാണുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു വികലമായ ആശ്വാസമുണ്ട്. ഇതൊരു ഭീകരമായ ചങ്ങലയാണ്. എന്നാൽ സ്ത്രീയുടെയും പുരുഷന്റെയും കാഴ്ചയിലും അവരുടെ ഊർജത്തിലും വ്യത്യാസമുണ്ട്. പുരുഷൻ ജൈവികപരമായി തന്നെ കാഴ്ചകളിലൂടെ പെട്ടെന്ന് ഉത്തേജിതനാകുന്നു. പലപ്പോഴും പുരുഷൻ ഒരു സ്ത്രീയെ കാണുന്നത് ലൈംഗികതയുടെ കണ്ണിലൂടെ ആണെങ്കിൽ, സ്ത്രീ
പുരുഷനെ കാണുന്നത് വൈകാരികമായ സുരക്ഷിതത്വത്തിന്റെ കണ്ണിലൂടെയാണ്. എന്നാൽ ഈ കാഴ്ചപ്പാട് വികലമാകുമ്പോൾ പുരുഷൻ സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കാണാൻ തുടങ്ങുന്നു. ഇത് ട്രെയിനിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും അവനിലെ വേട്ടക്കാരനെ ഉണർത്തുന്നു. ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അഭാവം അവിടെയാണ് നാം കാണുന്നത്. ഈ കാഴ്ചപ്പാടിനെ കൂടുതൽ വിഷലിപ്തമാക്കുന്നത് തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച, മനസ്സിലാക്കിയെടുത്ത, സാംശീകരിച്ചെടുത്ത അറിവുകളാണ്. അറിവുകൾ വികലമായതാണ്. അമേരിക്ക അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്പ് പോലെയുള്ള ഒരുപാട് എന്താ പറയുക ലൈംഗിക സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളിൽ പോലും ഇങ്ങനെ ചെറിയ കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ നമ്മുടെ പോൺ സൈറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ സൈറ്റുകൾ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? അവിടെ ഈ ലൈംഗിക ദാരിദ്ര്യമുണ്ടോ? ഇല്ല. പക്ഷെ എന്നാൽ പോലും അവിടെയും ഉണ്ട് ഈ പ്രശ്നം. ഇതിന് പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു മാനസികമായ ഒരു സെക്യൂരിറ്റിയാണ് ഇതിനാവശ്യം. ഒരു കുട്ടിക്ക് തൻ്റെ വീട്ടിലും പരിസരത്തും സുരക്ഷിതത്വം ലഭിക്കാത്ത അവസ്ഥ മാറണം. ലൈംഗിക വിദ്യാഭ്യാസം, ലൈംഗികത എന്നത് ഒളിച്ചു വെക്കേണ്ട, മൂടി വെക്കേണ്ടത് ഒന്നല്ലെന്നും അത് മനുഷ്യന്റെ ജനിതകപരമായ ആവശ്യമാണെന്നും ശാസ്ത്രീയമായി പഠിപ്പിക്കേണ്ടതായിട്ടും വരും. അതോടൊപ്പം മറ്റൊരാളുടെ അനുവാദം അല്ലെങ്കിൽ കൺസെന്റ് ഇല്ലാതെ ഇങ്ങനെ ശരീരത്തിൽ തൊടുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യമില്ലാതെ ഇങ്ങനെ ലൈംഗികമായ ചേഷ്ടകൾ കാണിക്കുക, ഇതെല്ലാം ഈ ഒരു വ്യക്തിക്ക് കൺസെന്റ് ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും സാമൂഹിക ജാഗ്രത പുലർത്തേണ്ട ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ട്രെയിനിലെ ആ വീഡിയോ പകർത്തിയ യാത്രക്കാരിയെ പോലെ ഓരോരുത്തരും ജാഗ്രത പാലിക്കണം. കുറ്റവാളികൾക്ക് കഠിനമായ ശിക്ഷ നൽകുന്നതോടൊപ്പം തന്നെ ഇത്തരം മാനസിക വൈകല്യമുള്ളവരെ നേരത്തെ തന്നെ കണ്ടാൽ, വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ കണ്ടാൽ ചികിത്സിപ്പിച്ച് ഭേദമാക്കി അവരെ നല്ല മനുഷ്യരായി വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഓരോ മാതാപിതാക്കളും അനുഭവിക്കുന്ന വലിയ വേദനയാണ്. തൻ്റെ മക്കളെ, തൻ്റെ കുട്ടികളെ തൻ്റെ കയ്യിൽ നിന്നും അടർത്തിയെടുത്ത് ഇങ്ങനെ ലൈംഗികമായ തൃഷ്ണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ, മാതാപിതാക്കൾക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ ഒരിക്കലും തീരുന്നതല്ല. നാം ഇന്ന് ചർച്ച ചെയ്ത ഈ കാര്യങ്ങൾ കേവലം ഒരു വാർത്തയല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ രോഗലക്ഷണമാണ്. കതിരിൽ വളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഓരോ കുറ്റവാളിയുടെയും പിന്നിൽ തകർന്നു പോയ ഒരു കുട്ടിക്കാലമോ വികലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതോടൊപ്പം തന്നെ അടുത്ത തലമുറയെ ആരോഗ്യകരമായ ലൈംഗിക ബോധമുള്ളവരായി വളർത്തുവാൻ നമുക്ക് സാധിച്ചേ മതിയാകൂ. കാമത്തെ സ്നേഹമായി, ബഹുമാനമായി മാറ്റാൻ കഴിയുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഇത്തരം വൈകൃതങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയൂ. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ.